ഉദ്ഘാടനം കാത്തിരിക്കുന്ന കൊച്ചി മെട്രോയുടെ ഓപ്പറേഷൻ കൺട്രോൾ സെന്റർ പൂർണ്ണസജ്ജം. മെട്രോയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുക ഇവിടെ നിന്നാണ്. മെട്രോയുടെ തന്ത്രപ്രധാന ഭാഗമാണ് OCC. ഇക്കാണുന്ന ഈ 3 നില കെട്ടിടമാണ് കൊച്ചി മെട്രോയുടെ ഓപ്പറേഷൻ കൺട്രോൾ സെന്റർ അഥവാ OCC. മുട്ടമ്യാടിൽ സ്ഥിതി ചെയ്യുന്ന OCCയിൽ നിന്നാണ് കൊച്ചി മെട്രോയുടെ പൂർണ്ണ നിയന്ത്രണം സാധ്യമാകുക. കൊച്ചി മെട്രോയുടെ നെർവ് സെന്ററായാണ് ഓപ്പറേഷൻ കൺട്രോൾ സെന്റർ അറിയപ്പെടുന്നത്. 44,000 ചതുരശ്ര അടിയുള്ള ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിൽ നിന്നാണ് കൊച്ചി മെട്രോയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നത്. ഏതു ട്രെയിൻ എപ്പോൾ എവിടെ വരെ എന്ന് തുടങ്ങി പൂർണ്ണമായ വിശദാംശങ്ങളും ഓടുന്ന ട്രെയിനുകളെയും നിരീക്ഷിക്കുന്നത് OCCയിലാണ്. CBTC സാങ്കേതികവിദ്യയിൽ ഡ്രൈവറില്ലാതെ പ്രവർത്തിക്കുന്ന ആദ്യ മെട്രോയാണ് കൊച്ചിയിലേത്. ആദ്യഘട്ടത്തിൽ ഡ്രൈവറാണ് ട്രെയിൻ ഓടിക്കുന്നതെങ്കിലും പിന്നീട് ഇത് പൂർണ്ണമായും ഡ്രൈവറില്ലാതെ ഓടുന്നതായി മാറും. അതിനാവശ്യമായ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് OCCയിലാണ്. ട്രെയിനുകൾക്ക് പുറമെ സ്റ്റേഷനുകളുടെ നിയന്ത്രണവും OCCയിലാണ് നിർവഹിക്കപ്പെടുക. സിഗ്നലിംഗ് ഉപകരണങ്ങൾ, ഡിപ്പോ സിഗ്നലിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ എന്നിവ വേർതിരിച്ച് ഓരോ നിലകളിലായാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. OCCയോട് ചേർന്ന് 8ഓളം പ്രധാന കെട്ടിടങ്ങളാണ് മുട്ടൻയാർഡിൽ പ്രവർത്തിക്കുക. വർക്ക്ഷോപ്പ് കെട്ടിടം, സ്റ്റാബ്ലിംഗ് കം ഇൻസ്പെക്ഷൻ കം ഇന്റേണൽ ക്ലീനിംഗ് ഷെഡ്, 3 വൈദ്യുതി സബ്സ്റ്റേഷനുകൾ തുടങ്ങിയവയാണ് പ്രധാന കെട്ടിടങ്ങൾ. 3 ലക്ഷം ചതുരശ്ര അടിയിലുള്ള കെട്ടിടങ്ങളാണ് മുട്ടമ്യാർഡിൽ നിർമ്മിച്ചിരിക്കുന്നത്. മുട്ടമ്യാർഡിനായി 58 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുത്തത്. ഇതിൽ 39 ഏക്കർ സ്ഥലത്ത് യാർഡും ശേഷിക്കുന്ന സ്ഥലത്ത് ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളും പണിയും. മുട്ടമ്യാർഡിൽ നിന്നും ട്രെയിനുകൾ മുട്ടം സ്റ്റേഷനിൽ എത്തിയതിനു ശേഷമാണ് ആലുവയിലേക്കോ പാലാരിവട്ടത്തേക്കോ തിരിഞ്ഞു പോവുക. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി 1 മാസം മുമ്പാണ് OCC കെട്ടിടം DMRC KMRLന് കൈമാറിയത്. ക്യാമറാമാൻ ശ്രീജിത്ത് C. കല്ലുമുട്ടിക്കൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി.